കല്ലൂർക്കാട് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ നിന്നും ശ്രീ വേണുദാസ് VN 2026 മെയ് 31 വിരമിക്കുന്നു. 1991 ജോലിയിൽ പ്രവേശിച്ച അദ്ദേഹം 36 വർഷത്തെ സുദീർഘമായ സേവനത്തിന് ശേഷമാണ് മെയ് 31 വിരമിക്കുന്നത്. കല്ലൂർക്കാടിനെ ഒരു ക്ഷീരഗ്രാമമാക്കുന്നതിന് നിസ്തുലമായ പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു ശ്രീ വേണുദാസ്. ഇപ്പം ഞാനുള്ളത് വേണുചേട്ടൻ, കല്ലൂർക്കാട് ക്ഷീരസംഘത്തിലുള്ള വേണുചേട്ടൻ ഈ 31 മെയ് 31 2026 മെയ് 31 റിട്ടയർഡ് ആവുകയാണ്. അപ്പം ഈ ചേട്ടൻ്റെ കുറേ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. വേണുചേട്ടാ, എങ്ങനെയാണ് അക്കാഡമിക്കൊക്കെ എങ്ങനെയാണ്? എത്ര കാലമായി? ഏത് വർഷമൊക്കെയാണ് പാസ്സായത്? എന്തൊക്കെയുണ്ട് ക്വാളിഫിക്കേഷൻ? പിന്നെ എന്നാണ് ഈ മിൽമയിൽ ഇവിടെ വന്നത്? ഏത് വർഷമാണ്? അതങ്ങനെ വല്ല ഓർക്കുണ്ടോ? ഞാൻ 1991 ഇവിടെ ജോലിക്ക് സെക്രട്ടറി എന്നുള്ള പോസ്റ്റിലേക്കാണ് വന്നത്. അന്ന് ഇതിൽ പ്രസിഡന്റ് എടപ്പാട്ടെ ജോൺ സാറാണ്, AP ജോൺ സാറായിരുന്നു. ജോൺ സാറിൻ്റെ ഭരണസമിതിയുടെ കാലത്താണ് ഞാൻ സെക്രട്ടറി ആയിട്ട് ജോയിൻ ചെയ്തത് ഇവിടെ. അന്ന് എനിക്ക് ഡിഗ്രി ഉള്ളൂ. അത് കഴിഞ്ഞ് PG ചെയ്തു, പിന്നെ BEd ചെയ്തു. അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സില്ല. ഇവിടുത്തെ രക്ഷപ്പെട്ട് വേറെ ജോലിക്ക് പോകാമെന്ന് ചെയ്തത്, പക്ഷെ അത് കിട്ടിയില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ നിന്നു. ഇപ്പോൾ 36 വർഷമായി ഇവിടെ തന്നെ ജോലി ചെയ്യുന്നു. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. വലിയ എനിക്ക് തൃപ്തികരമായിരുന്നു ഇവിടുത്തെ ജോലിയൊക്കെ, പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഈ മെയ് 30 റിട്ടയർ ചെയ്യുകയാണ്. ഇതിൽ വരാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. നമ്മൾ പഠനം കഴിഞ്ഞപ്പോൾ ഒരു തൊഴിൽ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു, അപ്പോൾ അങ്ങനെ വന്നു. പിന്നെ ഈ ജോലി സംബന്ധിച്ച് പറയുമ്പോൾ അന്ന് പാലളന്ന് വളരെ കുറച്ച് പാലുണ്ടായിരുന്നുള്ളൂ. പിന്നീട് കാലത്തിനനുസരിച്ച് സമൂഹത്തിലെ പശു വളത്തിൽ വളരെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കഴിഞ്ഞു പോയത്. ആ സമയത്ത് കൂടുതൽ പാലുണ്ടായി. പിന്നെ ബൾക്ക് കൂളർ സംവിധാനങ്ങൾ വന്നു, പാല് തണുപ്പിച്ച് കൊടുക്കുന്ന രീതി വന്നു. അതായത് സംഘത്തിലും പുരോഗതി ഉണ്ടായി. സ്ഥലം മേടിച്ചു, കെട്ടിടം പണിതു. പിന്നെ ധാരാളം മാറ്റങ്ങൾ സംഘതലത്തിലുണ്ടായി. ഇപ്പോൾ പാല് ഇച്ചിരി കുറവാണ്. എന്നിരുന്നാലും ഇവിടെ അത്യാവശ്യം പാലുണ്ട്, വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഏത് കാലഘട്ടങ്ങളിലാണ് ഈ പാല് ഇങ്ങനെ ഒരു ക്ഷീരസംഘത്തിലെ ഒരു പാല് അളവ് കൂടുക, അങ്ങനെ ഒരു ഇതിനകത്തേക്ക് വന്നത്? അളവ് കൂടിയത് ഒരു 98 മുതൽ 2010-15 വരെയുള്ള കാലഘട്ടത്തിൽ നല്ല വർധനവുണ്ടായിരുന്നു. അതിനുശേഷമാണ് പശു വളർത്തലുകൾ കുറഞ്ഞ് ആളുകൾ അങ്ങോട്ട് കുറഞ്ഞ് ഇപ്പോൾ പുതിയ ആളുകൾ മരുന്നില്ലാത്ത ഒരവസ്ഥയിലേക്ക്. ഏത് വർഷമാണ് ഇവിടെ ജോയിൻ ചെയ്തത്? ഞാൻ 91, 1991. മൊത്തം എത്ര വർഷം എക്സ്പീരിയൻസ് ആയി? 6 വർഷമുണ്ട്. അപ്പം നീണ്ട വർഷത്തെ സേവനത്തിന് ശേഷം മെയ് 31 2026 മെയ് 31 ചേട്ടൻ വിരമിക്കുകയാണ്. ഇതിനകത്ത് എനിക്ക് ഒരു പേഴ്സണലായിട്ടൊരു ചോദ്യം ചോദിക്കാനുള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ മിൽമ കാലത്ത് തുടങ്ങും, പിന്നെ വൈകുന്നേരം അടയ്ക്കും. അപ്പം നമ്മൾ എന്താണെങ്കിലും നമുക്കൊരു ഫെസ്റ്റിവൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആഘോഷിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. കാരണം കാലത്ത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വീട്ടിൽ വരും. അപ്പം അത് പേഴ്സണൽ ലൈഫുമായിട്ട് ബാധിച്ചോ? അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ കുറേ പേഴ്സണലായിട്ടുള്ള കുടുംബ സന്തോഷങ്ങളെല്ലാം നഷ്ടപ്പെട്ടതായിട്ട് തോന്നുന്നുണ്ടോ? നഷ്ടങ്ങളുണ്ട്. എന്നുവെച്ചാൽ ജോലി ആ തരം ആയതുകൊണ്ട് നമ്മൾ അവിടെ അധികം ആളുകളില്ല, നമുക്ക് അങ്ങനെ അവധി എടുത്ത് പോകാൻ പറ്റില്ല. ഇപ്പോൾ സെക്രട്ടറി എന്ന് പറയുന്നത് വസ്തുക്കളായതുകൊണ്ട് അവധി എടുത്ത് പോയാലും ചിലപ്പോൾ തിരിച്ചു വരുന്നത്. കാരണം ഈ ഒരുപാട് ഈ മിഷനറി കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, കേടുപാടുകൾ വരാം. അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫുകൾ സ്ത്രീകളായതുകൊണ്ട് അവർക്ക് അവധി കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് നമുക്ക് അവധി എടുക്കാൻ പറ്റാതെ വരാറുണ്ട്. ഏതാണെങ്കിലും ഇങ്ങനെയുള്ള കുറേ പേഴ്സണൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് റിട്ടയർമെൻറ്റിന് ശേഷം അതെല്ലാം നികത്തി നല്ലൊരു റിട്ടയർമെൻറ്റ് ജീവിതം ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.